ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഉള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. ഇന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നതായ വിഷയം ഞായറാഴ്ചയെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഞായറാഴ്ച എന്ന് പറയുന്നത് സൺഡേ അല്ലെങ്കിൽ ഒന്നാം ദിവസത്തെക്കുറിച്ച് പറയുന്നതായ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണിശമായിട്ട് നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ശബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശബത്ത് ദൈവം നൽകിയതാണ്, യേശുക്രിസ്തു അതിനെ മാനിച്ചു പാലിച്ചു, ശിഷ്യന്മാരതിനെ മാനിച്ചു പാലിച്ചു. അപ്പോൾ അത് ഒക്കെയും നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ പ്രത്യേകിച്ച് ഒന്നാം ദിവസത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം യേശുക്രിസ്തു ഉയർത്തു എന്നുള്ളതായ കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തോ ശിഷ്യന്മാരുടെ കാലത്തോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആദിമ നൂറ്റാണ്ടിലോ ഈ പറയപ്പെട്ട കാര്യത്തെക്കുറിച്ച് യാതൊരു ചിന്തയും നമ്മുടെ ഇടയിലില്ല. പിന്നെ എങ്ങാണ്ട് എവിടെയോ ആരോ ഒക്കെ ഈ ഒന്നാം ദിവസം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ സൺഡേ എന്നുള്ളതായ പദപ്രയോഗമില്ല. എന്നാൽ അത് പുതിയ ബൈബിളുകളിൽ, ചില ബൈബിളിലെ ട്രാൻസ്ലേഷനുകളിലൊക്കെ ഉണ്ട്. പക്ഷേ വേദപുസ്തകം എന്താണ് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കാരണം അതായത് ഈ ദൈവകൽപ്പനയെ കൂട്ടി മാറ്റി തിരിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ പ്രവർത്തനങ്ങൾ പിശാച് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം എന്താണ്? ദൈവകൽപ്പന വളരെ പ്രയാസമുള്ളതാണ്, അനുസരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ആർക്ക് സാധിക്കും എങ്ങനെയുള്ളതായ ചില സംശയങ്ങളൊക്കെ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ കൊണ്ടുവരുന്നത് പിശാചാണ്. കാരണം പിശാച് ആദ്യം മുതലേ എന്തായിരുന്നു? വഞ്ചകനായിരുന്നു. ദൈവത്തിൻ്റെ നിയമത്തെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ കൂട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ നടപടികൾ അത് അണ്ടർഗ്രൗണ്ടിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്നത് അതായത് കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച് വരുന്ന ചെന്നായ്ക്കളെ പോലെ എന്നുള്ളൊരു വ്യവസ്ഥയിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ആരിലൂടെയാണ് പ്രസക്തമായത്? കോൺസ്റ്റന്റീൻ ചക്രവർത്തിയിലൂടെ ആയിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ ബിഷപ്പ്മാരിലൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ബിഷപ്പ്മാരിലൂടെ ആയിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയും അത് അവർ ഈ മനഃപൂർവ്വമാണെന്ന് ചോദിച്ചാൽ പിശാച് അതിനു വേണ്ടിയുള്ള വഴികൾ ഒരുക്കി. അങ്ങനെയാണ് ഇതൊക്കെയും ഇന്ന് കടന്നു വന്നത്. ഇന്നിപ്പോൾ നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നതായ ഭാഗം എന്താണ്? മറ്റൊന്നുമല്ല, വേദപുസ്തകത്തിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഈ ഒന്നാം ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് 8 വാക്യങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. അപ്പോൾ അതിനെ സ്വല്പമായിട്ട് വായിച്ച് അതിനെക്കുറിച്ച് കുറച്ച് നേരം ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 28:1. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ വന്നു. ഇതാണ് ഒരു വാക്യം. എന്താണ്? ഞാൻ ഒന്നുകൂടെ വായിക്കാം. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ വന്നു. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം യേശുക്രിസ്തുവിനെ കല്ലറയ്ക്കകത്ത് വെച്ചു. ആ ഒരു അന്ന് ഇതിനു മുൻപ് നാം വായിക്കുന്നുണ്ട്. അതായത് അവരെന്ത് ചെയ്തു? ശബത്ത് നാളിനെ ഒരുക്കനാളിൽ പിറ്റേ ദിവസം അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരുക്കനാളായതുകൊണ്ട്, അതായത് വെള്ളിയാഴ്ച ദിവസം സാധാരണ പറയുന്ന ഒരുക്ക ദിവസം എന്നാണ്. എന്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ്? ശബത്തിന് വേണ്ടിയുള്ള ഒരുക്കം. അപ്പോൾ ശബത്ത് കഴിഞ്ഞ ആഴ്ചയുടെ 1-ാം ദിവസം ഇത് ഞാനിത് പറയുമ്പം ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ്? മറ്റൊന്നുമല്ല, ഈ ദിവസങ്ങൾക്ക് പേര് കൊടുത്ത ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, റോമാക്കാരാണ്. ആ റോമൻ ഭരണകൂടത്തിൻ്റെ കാലത്തിലാണ് കലണ്ടർ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യവസ്ഥാപിതി ഉണ്ടായത്. നേരത്തെ ഇപ്പം നമ്മൾ ആദ്യ പുസ്തകങ്ങളിൽ ബൈബിളിൽ തന്നെ കൊടുത്തിരിക്കുന്നത് സൃഷ്ടിയുടെ ദിവസങ്ങളെക്കുറിച്ച് പറയുന്നത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം, പിന്നെ ശബത്ത്. അപ്പോൾ ആ ഒരു വ്യവസ്ഥയായിരുന്നു വളരെ കാലം, അതായത് വേദപുസ്തക ചരിത്രത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നീടാണ് ഈ പറയപ്പെട്ട ദിവസങ്ങളൊക്കെയും വന്നത്. അതായത് റോമാക്കാരുടെ ഭരണകാലത്ത് അവരെന്ത് ചെയ്തു? അവർ ദിവസങ്ങൾക്ക് പേരിട്ടു. അപ്പോൾ പേരിട്ട കൂട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ പേരാണ് ആദ്യം കൊടുത്തത്. ആരായിരുന്നു പ്രധാനപ്പെട്ട ദൈവൻ? സൂര്യദേവൻ്റെ അതുകൊണ്ടാണ് സൺഡേ, സൂര്യ ദിവസം, ഞായറാഴ്ച എന്ന് വന്നത്. അതിനുശേഷം മൺഡേ, മൂൺ ഡേ അല്ലെങ്കിൽ ചന്ദ്രദിവസം, പിന്നെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, അങ്ങനെ ദിവസങ്ങൾക്ക് പേരുമാണ്. അപ്പോൾ ഇതൊക്കെയും വന്നത് ഒന്നുകിൽ അവരുടെ ദേവന്മാരുടെ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങളുടെ പേരുകളാണ് ഇതൊക്കെയും കൊടുത്തത്. അത് പിന്നെ അവസാനം ശനി,
ഒരു അതായത് വൃത്തികെട്ട അല്ലെങ്കിൽ അതൊരു കണ്ടകശനി എന്ന് പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ശനിന്ന് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥയാണ്. ഇനിയും അത് മാത്രമല്ല, നമുക്കറിയാം മാസങ്ങളുടെ പേര് കൊടുത്തതും അതും റോമാക്കാരാണ്. അതായത് ജാനുവരി ജൈനസ് എന്ന് പറയുന്ന ഒരു ദേവതയുടെ പേരാണ്. ഫെബ്രുവരി അതുപോലെ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ മലയാളം കലണ്ടറിൽ വായിക്കുന്ന ആ നക്ഷത്രങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ പേരുകളാണ്. പിന്നെ അവരുടെ ചക്രവർത്തിമാരുടെ പേര് കൊടുത്തു. അതിൽ ഒന്നാണ് ജൂലൈ. ജൂണോ എന്ന് പറയുന്നത് വേറൊരു ദേവതയായിരുന്നു. ജൂലൈ എന്ന് പറയുന്നത് ജൂലിയസ് സീസറിൻ്റെ പേരാണ്. പിന്നെ ഓഗസ്റ്റ് സീസറിൻ്റെ പേരാണ് ഓഗസ്റ്റ്. പിന്നെ അങ്ങനെ ഓരോ പേരും ഒക്ടോബിയൻ പേരാണ് ഒക്ടോബർ. ഇപ്പം ഈ പേരുകളൊക്കെയും വന്നത് റോമാക്കാരിൽ നിന്നാണ്. എന്നാൽ അതുവരെ അല്ലെങ്കിൽ ബൈബിളും പ്രകാരം അന്ന് മനസ്സിലാക്കിയിരുന്ന രീതി ഇതായിരുന്നു. എന്താണ്? ശബത്ത് കഴിഞ്ഞ് 1-ാം ദിവസം, അല്ലെ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം. അപ്പോൾ അതൊരു ആരാധന ദിവസമായിട്ട് അവിടെ പറയുന്നില്ല. അവിടെ പറയുന്നതാണ് ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തെ മറിയും മറ്റേ മറിയും കല്ലറ കാണാൻ വന്നു. അവർ കല്ലറ ആരാധിപ്പാൻ വന്നതല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കിയിരിക്കുന്ന ആ കല്ലറയിൽ യേശു ഉണ്ടോ എന്നറിയാൻ വേണ്ടി. പിന്നെ നമ്മൾ വായിക്കുന്നത് പെട്ടെന്നൊരു വലിയ ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ പിന്നെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അപ്പോൾ അവിടെ അവൻ്റെ രൂപം മിന്നലിൽ ഒത്തതും അതിവിടെ ഡിസ്ക്രൈബ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു ആരാധനാ ദിവസമായിട്ടവിടെ പറയുന്നില്ല. കല്ലറ കാണുവാനായിട്ട് മറിയും മറ്റേ മറിയും വന്നു എന്നുള്ളത് കഴിഞ്ഞ് മഗ്ദലക്കാരത്തെ മറിയും മറ്റേ മറിയും വന്നു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ അതായത് ഒരു സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അതിനൊരു പരിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധി കൊടുത്തിട്ടില്ല. ആ ദിവസത്തെ പ്രത്യേകിച്ച് അവർ മാനിച്ചത് ഒരുക്ക ദിവസം കഴിഞ്ഞ് ശബദവും കഴിഞ്ഞ് 1-ാം ദിവസം. ഇനി അടുത്ത വാക്യം നമ്മൾ കാണുന്നത് അവൻ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് അതായത് ക്രിസ്തു ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അപ്പോൾ ഇവിടെ ഈ വായിച്ചതായ വാക്യത്തിൽ ഒരു ആരാധനയുടേതായ പ്രസക്തി അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളൊരു വ്യവസ്ഥ പറയുന്നുണ്ടോ? ഇല്ല. അവിടെ പറയുന്നത് എന്താണ്? ശബത്ത് കഴിഞ്ഞിട്ട് മഗ്ദലക്കാരത്തി മറിയ വന്നു. അതുപോലെ തന്നെ 9ാമത് പറയുന്നത് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റ് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കി മഗ്ദലക്കാരത്തിക്ക് ആദ്യം പ്രത്യക്ഷനായി. അപ്പോൾ ഇവിടെ ഈ പറയപ്പെട്ട കാര്യത്തിൽ ഒരു വിശുദ്ധി അല്ലെങ്കിൽ അത് ആരാധനാ ദിവസമാണെന്ന് പറയുന്നില്ല. എന്നാൽ അതിന് നമ്മൾ നിറം കൊടുത്തു. ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വായിക്കാനുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ അവർ ഒരിക്കൽ സുഗന്ധവർഗ്ഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അധികകാലത്തെ കല്ലറക്കലെത്തി. അവർ ഈ സുഗന്ധവർഗ്ഗം കൊണ്ട് എന്തിനാണ് വന്നേ? കർത്താവിൻ്റെ ദേഹത്ത് പൂശാൻ വേണ്ടിയാണ്. അതായത് കർത്താവിൻ്റെ മരണസമയത്ത് അവർക്ക് ശബത്തിൻ്റെ പ്രാരംഭ ദിവസമാണ്, ഒരുക്ക ദിവസമായതുകൊണ്ട് സാധിച്ചില്ല. അങ്ങനെ കല്ലറയിൽ വന്നു, കല്ലുരുട്ടി നീക്കിയതായി കണ്ടു. അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. കർത്താവിൻ്റെ ശരീരത്തെ പൂശുവാൻ വേണ്ടിയാണ് അവർ, അല്ലാതെ ദൈവത്തെ ആരാധിക്കാനല്ല സുഗന്ധവർഗ്ഗമായിട്ട് വന്നത്. കാരണം അത് ഈ യഹൂദന്മാരുടെ ഒരു പതിവാണ്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, യഹൂദന്മാരെന്നല്ല അന്നത്തെ കാലത്ത് ഇപ്പം നമുക്കറിയാം, ഈ ജോസഫിൻ്റെ മരണ ദിവസം അവർ 40 ദിവസം കരയുന്ന ദിവസമായിരുന്നാൽ ഒരു 10 ദിവസം കൊണ്ട് ജോസഫിനെ മുഴുവനും സുഗന്ധവർഗ്ഗം കൊണ്ട് പൊതിയുന്ന ഒരു സാഹചര്യം. അതായത് അത് അന്ന് ഈ ഈജിപ്തിലെ ഫറോ രാജാക്കന്മാർ ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മമ്മി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫറോവിൻ്റെ പിരമിഡ്സ് ഉണ്ടാക്കുന്നത്. ഈ പിരമിഡ്സ് ഉണ്ടാക്കുന്നത് മറ്റൊന്നിനുമല്ല, ഫറവോൻ്റെ മരണസമയത്ത് അവരെ അടക്കുവാൻ വേണ്ടിയുള്ളൊരു കല്ലറയാണത്. അത് വലിയ പിരമിഡ്സായിട്ട് കല്ലുകൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഉള്ളിൽ പുരാവസ്തു ഗവേഷകർക്കും പരിശോധിക്കുകയുണ്ടായി. അവിടെ പല ഫറോവന്മാരെ അവരുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സുഗന്ധദ്രവ്യമൊക്കെ ഇട്ട് അവരെ അടക്കുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഇന്നും നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇപ്പം വന്ന് എല്ലാവരും കൊണ്ട് എവിടെയാണ് മരിച്ചവരെ കൊണ്ട് ഇവിടെ വെക്കുകയല്ലേ. അപ്പോൾ അത് വെക്കുന്നതിന് വേണ്ടി പ്രത്യേക പെട്ടികളുണ്ട്. അത് കാറ്റ് കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഐസ് വെച്ചുള്ള ബോക്സുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർ ചെയ്തതാണ് സുഗന്ധവർഗ്ഗം അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളിടുക. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ പോയത്. അതായത് അവർ ഒരിക്കൽ സുഗന്ധവർഗ്ഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയിലെത്തി. കല്ലറയിൽ വന്ന് കല്ലുരുട്ടി കളഞ്ഞത് കണ്ടു. അകത്ത് കിടന്നപ്പോൾ കർത്താവിൻ്റെ യേശുവിൻ്റെ ശരീരം കണ്ടില്ലതാണ്.
അപ്പോൾ ഇവിടെയും ഒരു ആരാധനയുടെ ആവശ്യത്തിന് വേണ്ടിയല്ല അവർ വന്നത്. അവർ ഈ ശവശരീരത്തിന് സുഗന്ധവർഗ്ഗം വിട്ട് പൊതിയുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ ചെയ്യുവാൻ വേണ്ടിയാണ്. അടുത്ത വാക്യം നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 24 നമ്മൾ വായിച്ചു. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 20:1 വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായത്തിൽ 1 പിന്നെ 19. യോഹന്നാൻ 1 വാക്യം ഞാൻ വായിക്കുന്നു. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു. കല്ലറക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവിടെ കല്ലറക്കൽ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. പിന്നെ അടുത്ത വാക്യം 19 വാക്യമാണ് ഇവിടെ വായിക്കുന്നത്. ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശുവോടെ നടുവിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. അപ്പോൾ അത് ആഴ്ചവട്ടത്തിന് 1-ാം നാളാണ്. യേശുക്രിസ്തു ഉയർത്ത ആ ദിവസം, അന്ന് ദിവസമാണ് ഇവരെ ശിഷ്യന്മാരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൂടിയിരുന്ന സമയത്ത് കർത്താവ് അവിടെ വന്നത്. എന്നിട്ട് പറയുകയാണ് ശിഷ്യന്മാർ സന്തോഷിച്ചു. അതായത് അവരോട് പറഞ്ഞു, ഈ വാതിലടച്ചിട്ട് യേശു നടുവിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും മിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അവിടെ അവർ യേശുക്രിസ്തുവിനെ വന്ന അവസരത്തിൽ സന്തോഷിക്കണം. അവിടെ ആരാധന നടന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇതിനെയൊക്കെയും ആരാധനയുടെ നിറം കൊടുത്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്ത ദിവസമാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വായിക്കാനുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നത് ആക്ച്വലി വേറൊരു ആവശ്യം. 20-ാമത്തെ അധ്യായത്തിൽ 27 അവിടെ ഞാൻ വായിക്കുന്നത്, ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു. പാതിരാവരെയും പ്രസംഗം നീട്ടി. പിന്നെ അടുത്ത അതിനോട് ചേർന്നുള്ളൊരു വാക്യം പറയുന്നത് 16 7-ാമത്തെ വാക്യമാണ്. അപ്പോൾ ഇവിടെ അതായത് അവർ അപ്പം നുറുക്കുവാൻ തക്കവണ്ണം കൂടി വന്നു ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം. ഇതിന് പലരും അപ്പം നുറുക്കുന്നത് ആരാധന ദിവസമായിട്ട് ചിന്തിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഇത് ഈ അപ്പം നുറുക്കുന്നതായ പ്രക്രിയ അവർ എപ്പോഴും ചെയ്തു എന്ന് ആദ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ അപ്പോസ്തല പ്രവൃത്തി ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്. 46-ാമത്തെ വാക്യം. അത് 46 അവർ എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാർ ചെറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. 44 വിശ്വസ്തരെല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവായി നേടുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. 40-ാം വാക്യം പറയുന്നത്, ഒരുമനപ്പെട്ട്, കേൾക്കുന്നുണ്ടല്ലോ, ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അപ്പം നുറുക്കുന്നത് എന്നാണ്? എല്ലാ ദിവസവും. അതായത് ഇവിടെ പറയുന്നത് ഒരുമനപ്പെട്ട് ദിനംപ്രതി. അപ്പോൾ അവിടെ പറയുന്ന 1-ാം ദിവസം എന്നാണ്. അപ്പോൾ ഈ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി, ഇത് അപ്പോസ്തല പ്രവൃത്തിയിലെ 3-46-ാമത്തെ വാക്യമാണ്. ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് എല്ലാവരും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ അവസാനം പറയുന്നത് ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപയും അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ ഇതൊരു ആരാധന. അവർക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും അവർ ആരാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസമല്ല. ഇവിടെ കൂടി വന്നതിന് ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവർ ദൈവത്തെ, അതായത് ആദ്യമ നൂറ്റാണ്ടിൽ ആദ്യകാല സഭകളിലുള്ളവർക്കെയും അവർ കുറച്ച് പേരേ ഉള്ളായിരുന്നു. അത് മജോറിറ്റിയും ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. അവർ സന്തോഷത്തിന് വേണ്ടി ഒരു ഒരുമനപ്പെട്ട് അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. കുടുംബക്കാരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ പല കാര്യങ്ങളും സംസാരിക്കും, ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കും, അതിനുശേഷം ഒന്നിച്ച് ആഹാരം കഴിക്കും. അപ്പോൾ എന്ന് പറഞ്ഞുള്ളൊരു പ്രതീതിയാണ് ഇവിടെ. അല്ലാതെ ഒരു ആരാധനാ ദിവസമായിട്ട് 1-ാം ദിവസമായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചത് ഒരുമനപ്പെട്ട എല്ലാ ദിവസവും ദിനംതോറും. അപ്പോൾ 1-ാം ദിവസം അവിടെ പറയുന്നില്ല. മറ്റിടത്ത് പറയുന്നുണ്ട് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം.
അപ്പോൾ ഇത് ഒരു ഒരു പ്രത്യേകിച്ചൊരു ആരാധനയായിട്ട് കണക്കാക്കണമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനിയും അടുത്ത വാക്യം 16 കൊരിന്ത്യ ലേഖനത്തിലാണ്, 1 കൊരിന്ത്യർ 16:2. അവിടെ പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ അത് ഒന്നാണ്. ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ വെച്ച് കൊള്ളണം. അപ്പോൾ ഇതൊരു ആരാധന ദിവസമല്ല, അതൊരു ധർമ്മശേഖരമാണ്. അപ്പോൾ അതിനൊരു സ്പെസിഫൈഡ് ഡേ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ദിവസം അവർ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തരും തനിക്കുള്ളത്, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ ആദ്യത്തെ വാക്യം പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചിരുന്നതുപോലെ നിങ്ങളോടും പറയുന്നു. ആരോടായത്? കൊരിന്ത്യ സഭയിലോട് പറയാണ്. ഞാൻ വന്ന ശേഷം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് എന്താണ് ഞാൻ അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ അവർക്കൊക്കെ ഒരു ധർമ്മശേഖരം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സഹായിക്കുക. പ്രത്യേകിച്ച് അന്ന് ക്ഷാമവും അതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വിധവമാരുണ്ടായിരുന്നു, ജോലിയില്ലാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ധർമ്മശേഖരം ഉണ്ടാകണം, ഒരു കളക്ഷൻ ഉണ്ടാകണം. അപ്പോൾ അത് എന്താണ്? അത് നേരത്തെ ഒരുക്കി വെച്ചിട്ട് ആഴ്ചവട്ടത്തിന് 1-ാം തോറും നിങ്ങൾ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇത് ഇനി അവരുടെ വീടുകളിലോ അല്ല അവരുടെ പക്കത്തിലോ അത് 1-ാം ദിവസം ചെയ്യണം. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഈ ഒരു ദിവസം പ്രത്യേകിച്ച് ചില പള്ളികളിലൊക്കെ ചില ഉപദേശങ്ങളുണ്ട്. അതായത് നിങ്ങൾ കാണിക്കുക എന്ത് ചെയ്യണം? പള്ളിയിൽ പോകുന്ന ആ ദിവസം നിങ്ങൾ നോക്കി വെക്കാതെ, അല്ലെങ്കിൽ ചിലപ്പം ചില്ലറ കാണുകയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? കാണിക്ക ഇടുകയില്ല. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വലിയ ഇതാണ്, അതായത് വലിയ നോട്ടാണ്, അതിടാൻ എനിക്ക് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? കാണിക്കയ്ക്ക് വേണ്ടിയുള്ള കാശ് 1-ാം ദിവസം തന്നെ, അതായത് ഈ നമ്മൾ ആരാധന കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലേ അങ്ങ് ശേഖരിച്ച് വെക്കുക. അപ്പം സമയമാകുമ്പോൾ നമ്മുടെ ഈ കൈവശം കാണും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അതായത് ഒരു പ്രത്യേക ദിവസം ഏതിനു വേണ്ടിയാണ്? ഈ ധർമ്മശേഖരത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതല്ലാതെ ഇതൊക്കെയും ഒരു ആരാധനാ ദിവസമായിട്ട്, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് യാത്ര പോകുന്ന അവർ വേണമെങ്കിൽ അതൊരു യാത്രയപ്പ് ദിവസമായിരിക്കാം. കാരണം പിറ്റേ ദിവസം തന്നെ യാത്രയാകുക, അവരൊരു ഫെയർവെൽ മീറ്റിംഗ് ആയിരിക്കാം. അപ്പോൾ ഈ പറയപ്പെട്ട വായിച്ച വാക്യങ്ങളിലൊന്നും ഒരു ഈ ശബദനാളിനുള്ള പ്രാധാന്യം കൊടുത്തിട്ടില്ല. പിന്നെ കർത്താവ് ഉയർത്തു, ആഴ്ചയോടെ 1-ാം ദിവസം ആ ബോഡി കാണാൻ പോയി, അല്ലെങ്കിൽ ധർമ്മശേഖരത്തിന് പോയി, അല്ലെങ്കിൽ പൗലോസിന് ഒരു യാത്രയപ്പ് യോഗത്തിന് പോയി എന്നുള്ളതിൽ കവിഞ്ഞ് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു അവസരമായിട്ട് അവിടെ ചിത്രീകരിക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ വായിച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ അറിവിന് വേണ്ടിയാണ്. പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലോ ഇതിങ്ങനെയൊന്നും ശബദനാളിനെ ശുദ്ധീകരിക്കാതെ പറയുന്ന കൽപ്പന പോലെ 1-ാം ദിവസത്തെ ശുദ്ധീകരിക്കാനോ 1-ാം ദിവസത്തെ പള്ളിയെ കൂടാനോ ഉള്ള യാതൊരു വാക്യവും നടപടിക്രമവും ബൈബിളിലില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ എന്നാ പറയുന്നത് ട്രഡീഷൻ പ്രകാരം, പാരമ്പര്യം അനുസരിച്ച്. പക്ഷേ ഈ പാരമ്പര്യമൊന്നും നിലനിൽക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം അത് എങ്ങനെയുള്ളതാണ്? വിലയേറിയ മുത്തിനേക്കാളും വിലയേറിയതാണ്, വിലയേറിയതായ മുത്താണ്. അപ്പോൾ അത് അനുസരിക്കുക എന്നുള്ളതാണ് ദൈവമകനായ, ദൈവമകളായ, ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല. അതുകൊണ്ട് ഈ വചനത്തിൽ നാം ഒരിക്കലും 1-ാം ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ അവർ കൂടി വന്നു കാണുന്ന മരിച്ചു പോയതായ യേശുവിൻ്റെ ജഡം കാണുന്നതിന് വേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ ധർമ്മശേഖരത്തിന് വന്നു, പൗലോസിനെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ യാത്ര അയക്കുന്നതിന് വേണ്ടി വന്നു എന്നുള്ളതൊരു കവിഞ്ഞ് ഒരു ആരാധനാ ദിവസമായിട്ട് കൂടുന്നില്ല. പ്രത്യേകിച്ച് 6-ാം ദിവസം അവർ 7-ാം ദിവസം 1-ാം ദിവസം കൂടിയതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ദിനം പ്രതി അവർ കൂടിയതായിട്ട് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മെ ഞാൻ വായിച്ചു കേട്ടത് മറ്റൊന്നുമില്ല, മനഃപൂർവ്വമായിട്ടും നാം ദൈവ കൽപ്പന അനുസരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം, അല്ലെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ പിശാച് വളരെ ശക്തമായി അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളതായ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത് ചിന്തിക്കാം. അത് കണിശമായിട്ടും ഈ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വ്യക്തികളെയാണ് ദൈവത്തിന് ആവശ്യം, വിശുദ്ധന്മാരെയാണ് ആവശ്യം എന്നാണ് വെളിപാടുകാരൻ പറയുന്നത്. അതുകൊണ്ട്
ദൈവകൽപ്പനയെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ 10 കൽപ്പനയെക്കുറിച്ച് മനസ്സിലാക്കി. 10 കൽപ്പന വിശദമാണ്, 10 കൽപ്പന നിത്യമാണ്, എഴുതിയതാണ്. അത് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അത് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. എങ്ങനെയാണ് ഭാഗമാകുന്നത്? ദൈവം പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആദാമിനോട് ഏദൻ തോട്ടത്തിൽ പറഞ്ഞു, നീ ഈ പഴം തിന്നരുത്. പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ അവർ അവ്വ പോയി പഴം പറിച്ചു തിന്നു, അത് ആദാമിനും കൊടുത്തു. അവയെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് തന്നെ വേർവിടുവാൻ, അല്ലെങ്കിൽ അവളെ വേർപിരിയാൻ തക്കവണ്ണമുള്ള യാതൊരു ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആ പഴം താനും പറിച്ചു തിന്നു. അതിൻ്റെ അനർത്ഥഫലമാണ്, അതിൻ്റെ അന്ത്യമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയും പ്രയാസവും ദുഃഖവും ദുരിതവും സകല പ്രശ്നങ്ങളും. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയില്ല. എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് എത്ര തലമുറയാണ്? 1000 തലമുറ വരെ. അപ്പോൾ നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹം ഉണ്ടാകുവാനൊക്കെയാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടത്. അതിൽ വീഴ്ച വരുത്തിയാൽ, ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരെന്നുള്ളതായ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് കണിശമായിട്ടും നമ്മുടെ ചിന്തയ്ക്ക് വളരെ പ്രയോജനം നൽകുന്നതാണ്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? വചനം ഒരിക്കലും മാറിപ്പോയിട്ടില്ല. ഇന്നും ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നു. നമുക്കറിയാം, ഈ റിവൈവൽ അല്ലെങ്കിൽ റിഫർമേഷൻ്റെ സമയത്ത് വചനം പുനരുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, ഉണരുവാൻ തക്കവണ്ണം മനുഷ്യനെ ദൈവം ഉണർത്തി ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചു. അങ്ങനെയാണല്ലോ മറ്റു ഭാഷകളിലായിരുന്ന, അല്ലെ ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലുമൊക്കെ ആയിരുന്ന വചനത്തെ നമ്മുടെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് നമ്മുടെ ഭാഷകളിലാക്കി തന്നിരിക്കുകയാണ്. അവിടെ ചിലപ്പോൾ ചില തർജ്ജമ പെശകൾ വന്നേക്കാം, അല്ലെങ്കിൽ വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കിങ് ജെയിംസ് വേർഷൻ വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പല പദപ്രയോഗങ്ങളും അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലുള്ളതൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ മുമ്പേ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറയുകയുണ്ടായി, അതായത് യേശുവിൻ്റെ വിശ്വാസത്തിന് പകരം യേശുവോടുള്ള വിശ്വാസം മാതിരി. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും മറന്നിട്ട് വചനം അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ച് രാജ്യത്തിന് ഓഹരിക്കാരായിത്തീരുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. അവിടുന്ന് ഇത് ഉപകാരങ്ങളെ ഓർക്കുന്നതിന് നന്ദിയുള്ളവരായിരിക്കാൻ സഹായിക്കണമേ. ദൈവകൽപ്പന യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്നവരായിരിക്കാൻ തക്കണം. ഞങ്ങൾക്ക് വേണ്ട ബുദ്ധിയും വിവേകവും പരിശുദ്ധാത്മശക്തിയും തരണമേ. കഴിവുകൾ കുറവുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. മറ്റുള്ളവരെ ഒരുക്കാൻ സഹായിക്കണമേ. എല്ലാം യേശുവിൽ താഴ്മയോട് വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.